നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് രണ്ടും ഒന്ന് ചെയ്യണേ. എന്നാൽ മാത്രമല്ല നമ്മളെ ചാനൽ ഗ്രോത്ത് ആകുള്ളൂ, നിങ്ങൾക്ക് മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല മറക്കാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നലത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗമായിരിക്കും. അതായത് നമ്മളെ പെണ്ണാണെങ്കിൽ ഇവന്റെ വീട്ടിൽ ഇവന്റെ ഒച്ചപ്പാടാക്കുന്നുണ്ടാവും. ഇവനാണെങ്കിൽ എന്നാ സംഭവം എന്ന് വരെ മനസ്സിലാകുന്നുണ്ടാവില്ലേ. അവരാണെങ്കിൽ ഇവളെ കൊണ്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഇവളത് കേട്ടോ അങ്ങനത്തെ ഓരോ തിങ്കായിരിക്കും നമ്മളെ ചെക്കൻ്റെ മൈൻഡിൽ വരുന്നുണ്ടാവുക. അവനാണെങ്കിൽ പോയിട്ട് ഡോറ് തുറന്നു കൊടുക്കുക. ഇവളാണെങ്കിൽ എന്തല്ലോ പറഞ്ഞോ ഒച്ചപ്പാടാക്കും. എന്നിട്ട് നമ്മൾ അകത്തുള്ള പിള്ളേർ നോക്കുന്നുണ്ടാവും. എന്നിട്ട് അവളാണെങ്കിൽ ചോദിക്കും, നീ എന്നാ അകത്ത് കയറ്റാത്തതിന് ചോദിക്കുന്ന ടൈം ഇവന് വേറെ മറുപടി ഇല്ലല്ലോ. അതുകൊണ്ട് അവളെ അകത്തേക്ക് കയറ്റുന്നുണ്ടാവും. ഇവൾ അകത്ത് കയറിയപാട് ആ അസിസ്റ്റന്റ് രണ്ടാളും ആണെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ടാവും. ഇവളാണെങ്കിൽ നേരെ മേലെല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അവനാണെങ്കിൽ ടെൻഷൻ ആവുന്നുണ്ട്. അവർക്ക് ഇവളെ കൊണ്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർന്നല്ലോ. പക്ഷേ പെട്ടെന്ന് അവളാണെങ്കിൽ തിരിഞ്ഞു നിന്നിട്ടാണെങ്കിൽ ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനെ ബ്ലോക്ക് ആക്കിയത്, എന്റെ പ്രശ്നം എന്നാന്നൊക്കെ ചോദിച്ച് ദേഷ്യം പിടിക്കുന്നുണ്ട്. അവർക്ക് നമ്മളെ അസിസ്റ്റന്റ് ചെക്കൻ ഇവളെ നമ്പർ ഡിലീറ്റ് ആക്കിയില്ലേ, അതിനെ കൊണ്ടായിരിക്കും ഇവള് സംസാരിക്കുന്നുണ്ടാവുക. അവരാണെങ്കിൽ ചോദിക്കും, ഓ ആ കാര്യം അറിയണം നീ വന്നത്, ഞാൻ വിചാരിച്ച്. അപ്പൊ അവളാണെങ്കിൽ ചോദിക്കും, എന്ത് നീ എന്നാ വിചാരിച്ചെന്ന് ചോദിച്ച ടൈം അവനാണെങ്കിൽ പറയും, ഈ ഒന്നുമില്ല ഞാനൊന്നും വിചാരിച്ചിട്ടില്ല എന്ന് പറയും. അവളാണെങ്കിൽ പറയും, നിനക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടല്ലോ നീ എന്നെ ബ്ലോക്ക് ആക്കിയത്, ഞാൻ നിന്റെ കൂടെ പുറത്ത് പോകാന്ന് പറഞ്ഞു, നീ എന്താ വരാത്തെന്ന് ചോദിക്കുക. അതേ ടൈം അവനാണെങ്കിൽ പറയും, അങ്ങനെയൊന്നുമല്ല, എനിക്ക് നിന്നെ ഇഷ്ടമൊക്കെയാണ്, പുറത്ത് നമുക്ക് പോകുകയും ചെയ്യാം, അറിയാണ്ട് ബ്ലോക്ക് ആക്കി പോയതാണ്, ഇത് നോക്കി ഇപ്പൊ നീ വിചാരില്ല എന്നെ ആഡ് ആക്കിക്കോന്നു പറയേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടാളും ഇപ്പൊ ഒരു കപ്പിളിനെ പോലെ എടുക്കും സംസാരിക്കുന്നുണ്ടാവും. അത് നമ്മളെ പെണ്ണിന്റെ കഴിവാണോ അല്ലെങ്കിൽ ശരിക്കും അങ്ങനെ ആയോ നമുക്ക് തന്നെ മനസ്സിലാവൂല. രണ്ടും കൂടിയിട്ട് പ്ലാനറ്റേറിയയില്ലേ അങ്ങോട്ടേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഇവനാണെങ്കിൽ പോകുമ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ അവളെ പിന്നെയും വീച്ചാറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടാവുക, അത് മാത്രമല്ല ഞാൻ എന്തിനാ അവളെ കൂടി ഇപ്പം വന്നിട്ടുണ്ടാവുക. അവൻ ഒരു ബോധവും ഉണ്ടാവില്ല. ഇവളെ കണ്ണിൽ നോക്കുന്ന ടൈം അവൻ ആളാകെ മാറിപ്പോകുന്നത് അത് അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു സംഭവമേ ആയിരിക്കുമല്ലേ. ആ ഒരു കൺഫ്യൂഷനിലായിരിക്കും അവൻ നിൽക്കുന്നുണ്ടാവുക. ഇതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ മറ്റേ ഇവന്റെ കൈ പിടിക്കും. ഇവനാണെങ്കിൽ വിടുന്നുണ്ടാവില്ലേ. അവളാണെങ്കിൽ പറയൂ, നമ്മളിങ്ങനെ കപ്പിളല്ലേ, ബാക്കിയുള്ള കപ്പിൾസിനെ നോക്കിയാൽ അവരൊക്കെ കൈ പിടിക്കുന്നുണ്ട്, അതുപോലെ നമ്മളെ പിടിക്കണമെന്ന് പറയുന്ന ടൈം ഇവനാണെങ്കിൽ നമ്മളെ കൈ പത്തിയില്ലേ അത് പിടിക്കുന്നുണ്ടാവുമായിരിക്കും. അത് അവളെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവൾക്ക് എന്തോ പോലെ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ അകത്ത് കയറിയിട്ട് അവർ ഓരോ സാധനങ്ങളും നോക്കുന്നുണ്ടാവും. ഇവക്കാണെങ്കിൽ ഇങ്ങനെ ജിപേ പോലത്തെ ഒരു അക്കൗണ്ട് ഉണ്ടാവില്ലേ, അതുപോലത്തെ ഇവന്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ അറിയണമായിരിക്കും. അതിന് ഇവന്റെ ഫോൺ ഇവളെ കൈമിലേക്ക് വരണം. അതുകൊണ്ട് ഇവളാണെങ്കിൽ എന്ത് ചെയ്യും, ഇതുപോലത്തെ ഒരു ഹെയർ ബാൻഡ് ആണെങ്കിൽ ഫസ്റ്റ് അവന് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുക്കും. എന്നിട്ട് അവളാണെങ്കിൽ പറയും, എനിക്കും ഇതുപോലത്തെ ഒരു ഹെയർ ബാൻഡ് വേണം, നിന്റെ ഫോൺ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു ഫോൺ ചെക്ക് ചെയ്യാൻ നിൽക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെങ്കിൽ അതിനെയും കാട്ടി മുന്നേ ഇവൻ ഏതോ ഒരു ഹെയർ ബാൻഡ് സെലക്ട് ചെയ്തിട്ട് ഇവളെ തലയിൽ വെച്ചത് കൊണ്ട് തന്നെ ആ പ്ലാനും ചീറ്റി പോകുന്നുണ്ടാവും. എത്തുന്ന ടൈം ഇവളാണെങ്കിൽ ഇവനോട് ഇവളെ ഫോട്ടോ എടുക്കാൻ പറയുന്നുണ്ടാവും. അതിലൊരു ദുരുദ്ദേശം ഉണ്ടാവും. കാരണം ഫോട്ടോ എടുത്താൽ ഫോട്ടോ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വാങ്ങാലോ. അങ്ങനെ ഇവനാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഫോട്ടോ എടുക്കുന്ന കാണുന്ന ടൈം അവളോടാണെങ്കിൽ ഫോൺ നോക്കേണ്ട കാര്യമേ മറന്നു പോകുന്നുണ്ടാവേ. അങ്ങനെ അവരാണെങ്കിൽ അവരെ കുറച്ച് നിമിഷങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടാവും. ഇതുപോലെ കളിക്കുന്ന ടൈം സൈഡിലത്തെ ഒരു കുട്ടിയാണെങ്കിൽ ഇവർ രണ്ടാളെ ഫോട്ടോ എടുക്കുന്നുണ്ടാവും. അവർക്ക് കാരണം ഇവർ കളിക്കുന്ന കാണാൻ ഭയങ്കര ക്യൂട്ടായിരിക്കും. അവസാനം നമ്മളെ ചെക്കനാണെങ്കിൽ ആ ഒരു ഫോട്ടോ വാങ്ങിയിട്ട് നമ്മളെ പെണ്ണിനെ കാണിച്ചു കൊടുക്കും. അത് കാണുമ്പോൾ അവൾക്കും ഭയങ്കര സന്തോഷമാകും. മീൻസ് ആ ഒരു കാര്യം അവൾ കണ്ടിട്ടുണ്ടാവില്ല, നമ്മളെ ചെക്കൻ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. പെട്ടെന്ന് അങ്ങനത്തെ ഒരു ഫോട്ടോ കാണുമ്പോൾ അവൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമല്ലേ, അതായിരിക്കും അവളിപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. രണ്ടും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന ടൈമായിരിക്കും നമ്മളെ ചെക്കൻ്റെ കൈമിൽ ആ ഒരു പൊള്ളിയ പാട് കാണുന്നുണ്ടാവുക. ഇവളാണെങ്കിൽ അതിനെ കൊണ്ട് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും, ഇത് പണ്ടേ പൊള്ളിയതാണ്, ആ ഒരു പൊള്ളിയ പാട് ഇപ്പോൾ എൻ്റെ കൈമിലുണ്ട്, ഒരു ഓർമ്മ പോലാന്ന് പറയേ. അവളാണെങ്കിൽ ചോദിക്കും, ഇത് കാണുമ്പോൾ നിനക്ക് ഇങ്ങനെ സങ്കടമാവുന്നില്ലെന്ന് ചോദിക്കുന്നേരം അവനാണെങ്കിൽ പറയും, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെ തന്നെ ഞാൻ മരിക്കുന്നത് വരെ ഉണ്ടാവും, വേറെ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അവളാണെങ്കിൽ പറയും, ഒരു മിനിറ്റ് നീ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് നേരെ അകത്തേക്ക് ഓടിപ്പോകുക. എന്നിട്ട് എന്തോ ഒരു പേപ്പറിൽ നമ്മളിങ്ങനെ ഗാലക്സിൻ്റെ പോലത്തെ എന്തോ ഒരു സ്റ്റിക്കർ ആയിരിക്കും, അതിൻ്റെ സ്റ്റിക്കർ ആണെങ്കിൽ അത് എടുത്തിട്ട് അവിടെ ഒട്ടിച്ചതിന് ശേഷം അവളാണെങ്കിൽ പറയും, നിനക്ക് ഈ ഒരു മുറിവ് കാണുമ്പോൾ സങ്കടമാണെങ്കിൽ എനിക്ക് ഈ ഒരു മുറിവ് കാണുമ്പോൾ ഗാലക്സിനെ കൊണ്ട ഓർമ്മ വരുന്നത്, അതുകൊണ്ട് നീ പേടിക്കേ വേണ്ട, നീ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും തിങ്ക് ആക്കിയാൽ മതി, ഒന്നിനെ കൊണ്ട് ആലോചിച്ചിട്ട് സങ്കടപ്പെടണ്ടെന്ന് പറയേ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ചെക്കനും ഒരു തരത്തിലത്തെ ഇഷ്ടം ഇവളോട് തോന്നുന്നുണ്ടാവും. അങ്ങനെ അവളാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് പോയിട്ട് ഉമ്മ വെക്കാൻ നിൽക്കുക. നമ്മളെ പെണ്ണാണെങ്കിൽ മാറിപ്പോകുമെന്ന് വിചാരിക്കുന്നവരെ അവളും അവനിൽ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ആയിട്ട് ഉമ്മ കൊടുക്കാൻ നോക്കുന്നവരായിരിക്കും. ഇവൻ്റെ കഴുത്തിൽ മാല കാണുന്നുണ്ടാവും. അത് കണ്ടപാട് ഇവളാണെങ്കിൽ ഡൈവേർട്ട് ആവുന്നുണ്ടാവും. ഇവർക്ക് രണ്ടാക്കും ഇവരെന്തിനാ ഇപ്പോൾ ഉമ്മ
നോക്കാൻ പോയെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടാവില്ല. എന്നും ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിയുന്നത് കൊണ്ട് രണ്ടാളും അവിടുന്ന് പോകുന്നുണ്ടാവും. ഇവിടുന്ന് നേരെ രണ്ടും കൂടിയിട്ട് ഇതുപോലെ ഗാലക്സി ഒക്കെ കാണുന്ന ഒരു സ്ഥലത്തേക്കായിരിക്കും വരുന്നുണ്ടാവുക. അതേ ടീം അവളാണെങ്കിൽ അവനോട് ഫോൺ ചോദിക്കും. അവനും വേറെ ഒന്നും ചോദിക്കാണ്ട് അവളെ കൈമിലേക്ക് ഫോൺ കൊടുക്കുക. എന്നിട്ട് അവളാണെങ്കിൽ പറയും, നിന്റെ വീചാറ്റ് എന്നാ ഇങ്ങനെ, ഈ ഒരു റീമാർക്ക് ആണെങ്കിൽ മാറ്റണോ, ഈ ഒരു റീമാർക്കാണ് ആപ്പിൻ്റെ ഒക്കെ ഒരു ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഫോണിൽ എന്തെല്ലോ സെറ്റിങ്സ് ചെയ്യുന്നുണ്ടാവും. സംഭവം എന്നായിരിക്കും, വീചാറ്റ് അക്കൗണ്ട് ആണെങ്കിൽ കപ്പിൾ അക്കൗണ്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതുപോലെ അവൾ ആക്കാൻ നോക്കുന്നതായിരിക്കും. ഏകദേശമായിട്ട് വരുന്ന ടൈമായിരിക്കും അവളാണെങ്കിൽ അവൻ്റെ കയ്യിൽ ഒട്ടിച്ച ഒരു ഗാലക്സിൻ്റെ സ്റ്റിക്കറില്ലേ അത് കാണുന്നുണ്ടാവും. അത് കാണുമ്പോൾ ഇവർക്ക് ഇത് ചെയ്യുന്നൊരു തെറ്റാണോ അല്ലെങ്കിൽ ഇവനോടുള്ളൊരു വിശ്വാസ വഞ്ചനയാണോ ഇങ്ങനത്തെ എന്നൊക്കെ ഉള്ള ഒരു ഫീല് വരുന്നുണ്ട് അവർക്ക്. എന്നാലും അറിയാണ്ട് ആ ഒരു അക്കൗണ്ട് ആണെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അതിൽ അവൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവൾ ഫോൺ തിരിച്ചു കൊടുക്കുക. എന്നാലും അവൾക്ക് എന്തോ ഒരു കുറ്റബോധം മനസ്സിലുണ്ടാവും. നമ്മളെ പെണ്ണാണെങ്കിൽ വീട്ടിലെത്തുന്ന ടൈം കണ്ണടയാണെങ്കിൽ എന്തായി മോളെ, എന്താ സംഭവിച്ചത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ടൈം ഇവളാണെങ്കിൽ അവനെ ചീത്ത പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവും. സംഭവം എന്നായിരിക്കും, ആ ഒരു ആപ്പില്ലേ, ആ ഒരു ആപ്പിന്റെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളെ ചെക്കനായിരിക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു സംഭവമാണെങ്കിൽ ഇവക്ക് കൺഫേം ആക്കിയതിനു ശേഷം വേറൊന്നും മാറ്റാൻ പറ്റുന്നുണ്ടാവില്ല. അതിന്റെ പേര് പറഞ്ഞായിരിക്കും ഇവൻ ഇങ്ങനെ ചീത്ത പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവുക. ഇവനാണെങ്കിൽ പറയും, എടി ഞാൻ അങ്ങനെ തന്നെയാണ് ആക്കിയത്, കപ്പിളിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയത്. ആ ഒരു കപ്പിൾ ആണെങ്കിൽ ലൈഫ് ലോങ് അങ്ങനെ തന്നെ നിൽക്കേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റാറ്റസ് മാറ്റാടി ഞാൻ സെറ്റ് ആക്കിയെന്നായിരിക്കും അവൻ പറയുന്നുണ്ടാവുക. ഇതേ ടൈം ഷെൻ ആണെങ്കിൽ എന്നാ സംഭവിച്ചതെന്ന് അറിയേണ്ടിയിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ വരുന്നുണ്ടാവും. അപ്പൊ നമ്മളെ സോങ് ആണെങ്കിൽ പറയും, എടി നീ പറഞ്ഞിട്ടില്ലേ അവനാണെങ്കിൽ പണ്ടൊരു ഫയർ ആക്സിഡന്റ് ഉണ്ടായിന്, അവനാണെങ്കിൽ ഓരോ കാര്യങ്ങളും മറന്നുകൊണ്ട് നിൽക്കുന്നതെന്ന്. അത് ശരിക്കും സത്യമാണ്. അവൻ്റെ കയ്യിൽ പൊള്ളിയ പാട് ഞാൻ കണ്ടിന്. സംടൈംസ് നമ്മൾ വിചാരിക്കുന്ന ഇവൻ തന്നെ ആയിരിക്കും എന്നൊക്കെ ചോദിച്ചിട്ട് സോങ്ങിനാണെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഷെൻ ആണെങ്കിൽ പറയും, നീ എന്തിനാ അങ്ങനെ ഡൗട്ട് അടിക്കുന്നത്, ഒരിക്കലും അത് അങ്ങനെ ആയിരിക്കില്ല, അവൻ നമ്മളെ പറ്റിച്ചതാണ്. അത് മാത്രമല്ല അവൻ നമ്മളിപ്പോഴത്തെ ടാർഗറ്റ് ആണ്. അത് നീ ഫസ്റ്റ് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് നിന്റെ മൈൻഡ് മാറുമോ, അവനോട് എന്തെങ്കിലും ഒരു സിമ്പതി വരുമോ, വേണ്ടെന്ന് പറയുന്നുണ്ടാവും. ഇപ്പൊ നമ്മളെ ചെക്കനെ നോക്കുന്നതാണെങ്കിൽ അവൻ നേരത്തെ വാങ്ങിക്കൊടുത്ത ഒരു ഹെയർ ബാൻഡ് ഇട്ടിട്ട് ഒരു ഏലിയൻ കുട്ടീനെ പോലെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവർക്ക്. ഇത് കാണുന്ന ടൈം നമ്മളെ അസിസ്റ്റന്റ് ചെക്കനില്ലേ, ഇവന്റെ പേര് ജിയാങ് എന്നായിരിക്കും. നമുക്ക് ഇനി മുതലേ ഇവനെ ജിയാങ് എന്ന് വിളിക്കാം. എപ്പോൾ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോൾ തെറ്റി പോകുന്നുണ്ട്, 10 റെക്കോർഡ് ചെയ്യല്. അതുകൊണ്ട് നമുക്ക് ഇനി മുതൽ ഇവനെ ജിയാങ് എന്ന് വിളിക്കാം. ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ എന്നാട് ആ ഒരു ഡേറ്റിനിട്ട് ഹെയർ ബാൻഡ് ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. ക്യുന്നാണെങ്കിൽ ഇപ്പായിരിക്കും അത് ശ്രദ്ധിക്കുന്നുണ്ടാവുക. ഇതേ ടൈം നമ്മളെ അസിസ്റ്റന്റ് പെണ്ണ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. പേര് എന്ന് വെച്ചാൽ ലിങ് എന്നായിരിക്കും. നമുക്ക് ഇനി മുതൽ ഇവളെ ലിങ് തന്നെ വിളിക്കാം. അപ്പൊ ലിങ് ആണെങ്കിൽ വന്നിട്ട് അവിടെ ഇരിക്കുന്ന ടൈം ക്യുന്നാണെങ്കിൽ അവന്റെ ഫോൺ എടുത്തിട്ട് കൊടുക്കുന്നുണ്ടാവും. നമ്മളെ പെണ്ണാണെങ്കിൽ നേരത്തെ ഒരു കപ്പിൾ സ്റ്റാറ്റസ് ആക്കിയിട്ടില്ലേ, ആ ഒരു കാര്യം ഇവൻ കണ്ടിട്ടുണ്ടാവും. അതായിരിക്കും നമ്മൾ ഈ ഒരു ലിന്നിനെ കാണിച്ചു കൊടുക്കുന്നുണ്ടാവും. പിന്നാണെങ്കിൽ പറയും, നിന്റെ അടുത്ത് നമ്മൾ ഫോൺ എടുത്തിട്ടില്ലേ, ആ ഒരു ടൈമാണ് അവൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിന്റെ ഫോണിൽ കയറ്റിയത്. അത് മാത്രമല്ല ഏകദേശം എല്ലാ കപ്പിൾസും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവക്ക് മനസ്സിലാകും. അതുകൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് വേറൊരു ഫോണും എടുത്തിട്ട് ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ ഒരു ഫോൺ അവക്ക് അവന് കൊടുക്കുന്നുണ്ടോ. നമ്മളെ സോങ് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ തകിടം മറിഞ്ഞോട് നിൽക്കുന്നതാണ്. അങ്ങനെ രാത്രി ആകുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ അവൻ വാങ്ങിയ ഒരു ഹെയർ ബാൻഡില്ലേ അത് ഇട്ടിട്ട് നിൽക്കുന്നുണ്ടാവും. ഒരിക്കൽ അറിയാണ്ട് ഇട്ടതായിരിക്കും. എന്നേരം മൊത്തം അവക്കാണെങ്കിൽ അവൻ്റെ ഓർമ്മയും അവനാണെങ്കിൽ അവൻ്റെ ടൈമിൽ അവൾ ഇട്ടുകൊടുത്ത ഒരു സ്റ്റിക്കറില്ലേ അത് കാണുന്ന ടൈം അവളെ ഓർമ്മയായിരിക്കും ഉണ്ടാവുക. ഈ ദിവസം അവളാണെങ്കിൽ അവനെ കൊണ്ട് തന്നെ ആലോചിച്ചിട്ടായിരിക്കും എണീക്കുന്നുണ്ടാവുക. സംഭവം അവക്കാണെങ്കിൽ ഇപ്പം അവൾ അവനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഈ ഒരു ക്യൂന് നല്ലതാണോ വെടുക്കാന്നൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ട്രിക്കി സിറ്റുവേഷൻ ഇല്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവൾ ഉണ്ടാവും. ഇതേ ടൈം പുറത്തുനിന്ന് 2 കുരുട്ടുകൾ അടി. ഇവർക്ക് രണ്ടാക്കും നമ്മളെ പെണ്ണിനെ എണീപ്പിക്കാൻ കഴിയില്ല. പക്ഷേങ്കിൽ നമ്മളെ പെണ്ണിനെ എണീപ്പിക്കാൻ വേണോ, അതുകൊണ്ടായിരിക്കും ഈ 2 കുരുപ്പങ്ങളാണെങ്കിൽ തച്ച് മരിക്കുന്നുണ്ടാവുക. അവസാനം എങ്ങനെയല്ലോ രണ്ടാളും ഒപ്പരം പോയിട്ട് എണീപ്പിക്കാന്നുള്ള രീതിയിൽ വരുന്നപ്പോൾ കാരണം നമ്മളെ പെണ്ണ് പുറത്തേക്ക് വരുന്നുണ്ടാവും. ഈ കുരുപ്പങ്ങൾ ഒച്ച കെട്ടിട്ടായിരിക്കും അത് എണീച്ചിട്ട് വരുന്നുണ്ടാവുക. എന്നപാട് അവളാണെങ്കിൽ പറയും, എല്ലാ കള്ള ഹമുഖങ്ങളും നിങ്ങളെല്ലാം പ്രശ്നം എന്നാണ്, ഇന്നലെ രാത്രി ഞാൻ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല, എന്നെ ഒന്ന് ഉറങ്ങാൻ വിടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവള് ദേഷ്യം പിടിച്ചിട്ട് അവിടെ പോയിട്ട് ഇരിക്കുന്നുണ്ടാവേ. ഇത് കാണുന്ന ടൈം ഷെന്നാണെങ്കിൽ പറയൂ, സത്യം പറ, നിനക്ക് ആ ഒരു കുഞ്ഞിനോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടാ, പിന്നെ നീ എന്താ രാത്രി ഉറങ്ങാണ്ട് നിന്നത്, അല്ലെങ്കിൽ നീ വേഗം ഉറങ്ങിയിട്ട് വേഗം എണീക്കുന്നതല്ലേ, നിന്റെ പ്രശ്നം എന്നാന്ന് ചോദിക്കേ. പക്ഷെ അവളാണെങ്കിൽ ഒന്നും വിട്ടിട്ട് പറയുന്നുണ്ടാവില്ല. അവളാണെങ്കിൽ പറയും, ഞാൻ ഇങ്ങനെ വർക്കിനെ കൊണ്ട് പഠിക്കുന്നായിരുന്നു, അതുകൊണ്ട് ഉറങ്ങാണ്ട് നിന്നത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കള്ളങ്ങൾ പറയും. ഇതേ ടൈമായിരിക്കും നമ്മളെ ഷെന്ന് പറയുന്നുണ്ടാവുക, നമ്മൾ രണ്ടാളും കൂടിയിട്ട് നിന്നെ എന്തിനാ നേരത്തെ എണീപ്പിക്കാൻ നിന്നതെന്ന് നിനക്കറിയാം, നീ ഇനി എന്നാ വേണ്ടതെന്ന് വെച്ച്
കഴിഞ്ഞാൽ ആ കുഞ്ഞില്ലേ അവന് വേണ്ടിയിട്ട് ലഞ്ച് പ്രിപ്പയർ ചെയ്യുക. നിന്റെ കൈനെ കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് അവന് കൊടുക്കുന്ന ടൈം ഉറപ്പായിട്ട് അവന് നിന്നോട് ഒരു പ്രത്യേക ഇഷ്ടം വരുമെന്നായിരിക്കും പറയുന്നുണ്ടാവുക. സോങ് ആണെങ്കിൽ ഇതിന് വലിയ വിലയൊന്നും കൊടുക്കുന്നുണ്ടാവില്ലേ, പക്ഷേ ഷെന്നാണെങ്കിൽ നിർബന്ധിക്കുന്നുണ്ടാവും. അത് മാത്രമല്ല ഇവളെ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മളെ കണ്ണടയായിരിക്കും, അതായത് ലഞ്ച് എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. 3 കുരുപ്പങ്ങൾക്കും കുക്കിംഗ് അറിയില്ലായിരിക്കെ അതുകൊണ്ട് തന്നെ അവസാനം കുക്കിംഗ് ഇതുപോലെ എല്ലായിരിക്കും ആയി തീരുന്നുണ്ടാവും. ഭക്ഷണം ആയിനോ ഇല്ലേന്ന് ദൈവത്തിന് മാത്രം അറിയാം. നമ്മളെ പെണ്ണാണെങ്കിൽ ഉണ്ടാക്കിയ ഫുഡും കൊണ്ട് ചെക്കനെ കാണാൻ പോകുന്നുണ്ട്. അവർക്ക് അവക്കാണെങ്കിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഷെന്നാണെങ്കിൽ അവളോട് ഇയർഫോണിൽ പറയൂ, നീ ഇയർഫോണിലല്ല ഫോണിൽ പറയൂ, നീ ആണെങ്കിൽ ഒരിക്കലും അവനോട് സിമ്പതി കാണിക്കാൻ നിൽക്കണ്ട. നിനക്കാണെങ്കിൽ എന്തെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, അവനോട് നമുക്ക് സിമ്പതി കാണിക്കാം. അല്ലെങ്കിൽ അവൻ നമ്മളെ ടാർഗറ്റ് തന്നെയാണെന്ന് പറയേ. അതുകൊണ്ട് നമ്മളെ പെണ്ണാണെങ്കിൽ വേറെ ഒന്നും പറയുന്നുണ്ടാവില്ല. അവൾ അകത്തേക്ക് കയറാൻ നിൽക്കുന്നേരം ആ ഒരു റിസപ്ഷനിലുള്ള പെണ്ണാണെങ്കിൽ ഇവളെ തിരിച്ചറിയുന്നുണ്ടാവും. കാരണം ആ ഒരു ഉമ്മ വെക്കുന്ന വീഡിയോ ഫുള്ള് വൈറലായിനല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു പെണ്ണാണെങ്കിൽ നേരെ നമ്മളെ ജീനെ വിളിച്ച് പറയേ. അത്ര നേരം വെറുതെ ഇരുന്ന അവനാണെങ്കിൽ ഭയങ്കര ബിസി ഉള്ള പോലെ അഭിനയിക്കുന്നുണ്ടാവും. പക്ഷേ ഇവളാണെങ്കിൽ വരുന്ന ടൈം അവൻ വേറെ ഒന്നും കാണിക്കുന്നുണ്ടാവില്ലേ. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ഫുഡ് കഴിക്കാനിരിക്കും. അവൾ ഇരിക്കുന്നുണ്ടാവില്ല, അവൻ മാത്രം കഴിക്കേ. ഫസ്റ്റ് അവൻ വായിൽ വെച്ചായിരുന്നു തന്നെ ആ ഒരു എക്സ്പ്രഷനിൽ ആ ഒരു ഫുഡിന്റെ ടേസ്റ്റ് എത്രത്തോളം അതിന് നമുക്ക് നല്ലോണം മനസ്സിലാവുക. പക്ഷേ ഇവളോട് ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് അവനാണെങ്കിൽ ഫുള്ള് കഴിക്കുന്നുണ്ടാവും. അതിനുശേഷം അവനാണെങ്കിൽ വയറും തൊടുന്നുണ്ടാവും. അതിന്റെ അർത്ഥം നമ്മളെ ചെക്കനെ ഉറപ്പായിട്ട് ലൂസ് മോഷൻ ആറ്റം വന്നിട്ടുണ്ടാകുമെന്ന് നിന്നെ അറിയില്ല. ഇതേ ടൈം ഒരു കോള് വരുന്നത് കൊണ്ട് അവൻ രക്ഷപ്പെട്ടിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. ഇവൻ ഈ പോയ തക്കത്തിൽ നമ്മളെ പെണ്ണാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു റൂം പരുതാന്നുള്ള രീതിയിൽ പരുതുവേ. നോക്കുന്നേരം ഒരു ഫയൽ കിട്ടും. ആ ഒരു ഫയലിലാണെങ്കിൽ ഇവൻ നാളെ എബ്രോഡിലേക്ക് പോകുന്ന പോലത്തെ ഒരു ടിക്കറ്റ് ഉണ്ടാവും. ആ ഒരു ടിക്കറ്റ് കണ്ടപാടി ഇവളാണെങ്കിൽ ആ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അവർക്ക് ആരും കാണുന്നില്ല എന്നുള്ള രീതിയിലായിരിക്കും അവൾ ഫോട്ടോ എടുക്കുന്നുണ്ടാവുക. പക്ഷേ ഇതൊക്കെ നമ്മൾ ക്യുന്നും നമ്മൾ ജിയ അങ്ങും കാണുന്നുണ്ടാവും. അവരാണെങ്കിൽ അവളെ പിടിച്ചെന്നുള്ളൊരു അവസ്ഥയായിരിക്കും. പക്ഷേങ്കിൽ ആ ഒരു ടൈം അവളെ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ നമ്മളെ പെണ്ണാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലായിരിക്കും വീട്ടിലേക്ക് വരുന്നുണ്ടാവുക. അതേ ടൈം നമ്മളെ കണ്ണട ചോദിക്കുന്നുണ്ട്, അവൻ നീ കൊടുത്ത ഫുഡ് കഴിച്ചോ, ആ വൃത്തിയായിട്ട ഫുഡ് അവൻ കഴിച്ചിരുന്നത് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും മൊത്തമായിട്ട് കഴിച്ചിരുന്നത് പറയും. കണ്ണടയാണെങ്കിൽ പറയും ഉറപ്പായിട്ട് അവന് നിന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്, അല്ലാണ്ട് ഒരു മനുഷ്യൻ ആ ഫുഡ് കഴിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഓരോ തമാശ പറയുമ്പോഴും നമ്മളെ പെണ്ണാണെങ്കിൽ സങ്കടത്തിലിരിക്കുന്നതായിരിക്കും. ഷെന്നാണെങ്കിൽ പറയും എന്തോ ഒന്നുണ്ട്, അത് നമുക്ക് കാണിച്ച് താന്നെന്ന് പറയും. അവളാണെങ്കിൽ ആ ഒരു ടിക്കറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് ടിക്കറ്റ് കാണിച്ചു കൊടുത്തതിന് ശേഷം നമ്മളെ പെണ്ണാണെങ്കിൽ ഫോൺ നോക്കുന്നേരം ഇവർ രണ്ടാളുള്ള ആ ഒരു ഫോട്ടോ ഇല്ലേ അത് കാണും. അത് കാണുമ്പോൾ അവൾക്ക് എന്തോ അവനെ മിസ് ചെയ്യുന്ന പോലത്തെ ഒരു സങ്കടം ഇല്ലേ, അങ്ങനത്തെ ഒരു സങ്കടം അവളെ മുഖത്തുണ്ടാവും. അവളാണെങ്കിൽ അവനെ മിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവനോടാണെങ്കിൽ പുറത്ത് വരാൻ പറയുന്നുണ്ട്. അവർക്ക് അവനും ഒരു മടിയില്ലാണ്ട് പോകുന്നുണ്ടാവും. അങ്ങനെ ഇവർ രണ്ടാളും സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പെണ്ണാണെങ്കിൽ ശരിക്കും ഫീൽ ചെയ്തിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, അവർക്ക് നിനക്ക് നാളെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ, നീ എവിടത്തേക്കെങ്കിലും പോകുന്നുണ്ടോ എന്ന്. അവനാണെങ്കിൽ പറയും നാളെ എനിക്കിങ്ങനെ എയർപോർട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്, നമുക്ക് വേറൊരു ദിവസം കാണാന്നുള്ള രീതിയിലൊക്കെ ഇവളോട് സംസാരിക്കുക. ഇവളാണെങ്കിൽ പിന്നെയും ചോദിക്കും നീ ശരിക്കും പോകുന്നുണ്ടോ, നിനക്കിങ്ങനെ ശരിക്കും പോകണമെന്ന്. അവനാണെങ്കിൽ പറയും അർജന്റ് വർക്കാണ്, ഉറപ്പായിട്ട് പോയേ പറ്റുള്ളൂ, പക്ഷേ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാമെന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുമ്പോഴും നമ്മളെ പെണ്ണിനാണെങ്കിൽ ഭയങ്കര ഒരു സങ്കടം ഉണ്ടാവില്ല, അതായത് അഭിനയം അല്ലാത്തൊരു സങ്കടം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സങ്കടം ഉള്ളത് കൊണ്ട് അവളാണെങ്കിൽ പെട്ടെന്ന് അവിടുന്ന് പോകുന്നുണ്ട്. അവർക്ക് വീട്ടിലേക്കും അതേ സങ്കടത്തിലായിരിക്കും പോകുന്നുണ്ടാവുക. ഷെന്നിനോടും കണ്ണടേനോടും വരെ അവൾ സംസാരിക്കുന്നുണ്ടാവില്ല. നമ്മൾ പറയൂലേ കളി കാര്യമാകുമോ എന്നല്ലോ, ആ ഒരു അവസ്ഥയായിരിക്കും. പിറ്റേ ദിവസം ആകുന്ന ടൈം ചെക്കൻ എയർപോർട്ടിൽ പോകുന്നുണ്ട്. അവർക്ക് ഇതേ ടൈമായിരിക്കും ഒരാളാണെങ്കിൽ ഒരു ഫയൽ എടുത്തിട്ട് ആ ഒരു അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടാവും. എന്നിട്ട് അച്ഛനോട് അയാളാണെങ്കിൽ പറയും ആ ഒരു കുഞ്ഞാണെങ്കിൽ എബ്രോഡിലേക്ക് ഇന്ന് പോകുന്നതാണ്, അവനിങ്ങനെ വെറുതെ പോകുന്നതെന്നൊന്നും തോന്നുന്നില്ല, അവൻ്റെ എസറ്റ് മൊത്തമാണെങ്കിൽ വേറൊരാളെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമാണ് അവൻ ഇങ്ങനെ പോകുന്നത്, എനിക്ക് പേടിയാകുന്നുണ്ട്, സംടൈംസ് അവർ നമ്മളെ പൈസ തട്ടിയെടുത്തിട്ട് പോകുന്നതാണോ എന്നുള്ള രീതിയിൽ ഇയാൾ സംസാരിക്കുന്ന ടൈം അച്ഛനും ആണെങ്കിൽ ഡൗട്ട് അടിക്കുക. കാരണം അവൻ എബ്രോഡിലേക്ക് ബിസിനസ്സിൻ്റെ കാര്യത്തിന് പോകുന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ, അതൊരു കുഴപ്പമില്ല, പക്ഷേ സ്വത്തൊക്കെ മാറ്റിയിട്ട് പോകണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു കള്ളക്കളി ഉണ്ടെന്നായിരിക്കും ഈ ഒരു അച്ഛൻ വിചാരിക്കുന്നുണ്ടാവുക. അതേ ടൈം അച്ഛനാണെങ്കിൽ പറയും അവനിങ്ങനെ എയർപോർട്ടിലേക്ക് പോകാൻ നിൽക്കുന്നില്ലേ, നമുക്ക് അവനെ തടഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ 3 ആളും കൂടിച്ച് എയർപോർട്ടിലേക്ക് പോകൂ. പിറ്റേ ദിവസം നമ്മളെ കണ്ണൻ എണീക്കുന്ന ടൈം നമ്മളെ പെണ്ണിനെയും കണ്ടിട്ടായിരിക്കും എണീക്കുന്നുണ്ടാവും. അവനാണെങ്കിൽ പേടിക്കുന്നുണ്ടാവും. അങ്ങനെ അവളാണെങ്കിൽ അവിടെ സങ്കടപ്പെട്ടിട്ട് ഒരൊറ്റ എഴുപ്പായിരിക്കും. ഇവനാണെങ്കിൽ എണീച്ചിട്ട് പല്ലേച്ചോട് നിൽക്കുന്ന ടൈം ഇവളോടാണെങ്കിൽ പറയൂ നമ്മളെ ചെക്കൻ അതായത് കുഞ്ഞാണെങ്കിൽ എബ്രോഡിലേക്ക് പോകുന്ന കാര്യം ഞാനാണെങ്കിൽ ആ ഒരു മാമനെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയേ. ഇത് കേൾക്കുമ്പോൾ നമ്മളെ പെണ്ണിന് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കും. അവളാണെങ്കിൽ പറയും നീ എന്തിനാണ് അറിയിച്ചത്, സംടൈംസ് നമ്മൾ കുഞ്ഞിനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നതാണെങ്കിൽ അത് ഉറപ്പായിട്ട് അവനൊരു ട്രബിൾ ആയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവൾ
ഇവളാണെങ്കിൽ നേരെ എയർപോർട്ടിലേക്ക് പോകുക. ഇതേ ടൈം നമ്മുടെ മാമനും ടീമും നമ്മളെ ചെക്കനെ കാണാൻ പോകുന്നുണ്ടാവും. സംഭവം ചെക്കനാണെങ്കിൽ അവിടുന്ന് ഇങ്ങനെ ഒളിച്ചോടി പോകുന്നോ ഒന്നും ആയിരിക്കൂല, ഒരു ബിസിനസ് പ്രപ്പോസലിന് വന്നതായിരിക്കും. ആ ഒരു കാര്യം ഇവനാണെങ്കിൽ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്ന ടൈമായിരിക്കും അച്ഛനെ മനസ്സിലാവുന്നുണ്ടാവുക. ഇതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ചെക്കൻ ട്രബിളിലാകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ടാവുമായിരിക്കും. അവള് വരുന്നേരം കാണുന്നത് അച്ഛനും മോനുമാണ്. മോനാന്ന് അറിയില്ല, അച്ഛനും മോനും ആണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് സമാധാനത്തിൽ പോകുന്നതായിരിക്കും. ആ ഒരു അച്ഛൻ പോകുന്ന ടൈം ക്യുന്നാണെങ്കിൽ നമ്മളെ പെണ്ണിനെ കാണുന്നുണ്ടാവുമെങ്കിൽ ഇവൾ അടുത്തേക്ക് വന്നിട്ട് ഇവളോട് ചോദിക്കും, ഹോ നീ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നിട്ടില്ലല്ലേ, എല്ലാ കാര്യങ്ങളും മിസ്സായല്ലേ എന്ന് ചോദിക്കേ. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഷോക്കായിരിക്കും. കാരണം ഇവളെ കൊണ്ട് അവൻ അറിയുന്ന കാര്യങ്ങളൊന്നും ഇവൾ ശ്രദ്ധിക്കുന്നുമില്ല, ഇവൾ അറിയുന്നുമില്ലല്ലോ. ഇവളെ വിചാരം ഇവൻ ഈ കാണിക്കുന്ന സ്നേഹവും കാര്യങ്ങളൊക്കെ ഇന്നസെന്റ് ആണെന്നായിരിക്കും. പക്ഷെ അതെല്ലാം അവൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവനാണെങ്കിൽ പറയും, ഞാൻ നിന്നെ ഒരുപാട് വിശ്വസിച്ചിരുന്നു, ഇപ്പം ഈ ഒരു നിമിഷം വരെ ഞാൻ നിന്നെ വിശ്വസിച്ചിരുന്നു, പക്ഷെങ്കിൽ നീ എന്നെ ഒരു ട്രബിളിലേക്ക് പറഞ്ഞേക്കുന്നെന്ന് മനസ്സിലാക്കിയിട്ടില്ലേ, ആ ഒരു നിമിഷം തൊട്ടിട്ട് ഞാൻ നിന്നെ വിശ്വസിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടോ. അതേ ടൈം അവളാണെങ്കിൽ ചോദിക്കൂ, നമ്മളിങ്ങനെ പ്ലാനറ്റോറിയത്തിൽ പോയിട്ടില്ലേ, അവിടുന്ന് നീ എൻ്റെ അടുത്ത് കുറേ അടുത്ത് പെരുമാറിയിട്ടില്ലേ, അതൊക്കെ ഫേക്ക് ആയിരുന്നു എന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും, എല്ലാ കാര്യങ്ങളും ഫേക്ക് ആയിരുന്നു, എനിക്ക് നിന്നോട് ഒരു ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു തുള്ളി അട്രാക്ഷൻ വരെ എനിക്ക് നിന്നോട് ഉണ്ടായിട്ടില്ല, ആ ഒരു കാര്യം അടക്കം ഫേക്ക് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മുറിച്ച് തറച്ച് പറയാന്ന് പറയില്ലേ, അങ്ങനെ പറയുന്നുണ്ടാവേ. ഇത് ഇവക്ക് ഭയങ്കര സങ്കടമായിരിക്കും. കാരണം ഒരു അഭിനയത്തിന്റെ പേരിലാണെങ്കിൽ കൂടി ഇവക്കൊരു ഇഷ്ടം ഇവനോട് വന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. പക്ഷെ ആ ഒരു ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ പോയി എന്ന് അറിയുമ്പോൾ അവക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അവനാണെങ്കിൽ പറയും, ഇനി നമ്മൾ ഒരിക്കലും കാണാൻ പോകുന്നില്ല, ഇത് അവസാനത്തെ കൂടിക്കാഴ്ചയാണെന്ന് പറഞ്ഞിട്ട് ഗുഡ് ബൈ പറഞ്ഞിട്ടായിരിക്കും അവനത് അവിടുന്ന് പോകുന്നുണ്ടാവുക. ഈ ഒരു കാര്യം അവൾക്ക് സഹിക്കാനേ പറ്റുന്നുണ്ടാവില്ല. അവളാണെങ്കിൽ അവനെ തന്നെ നോക്കി നിൽക്കുന്ന സ്ഥലത്തായിരിക്കും ഈ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. ഇനി അവർ പരസ്പരം കാണുമോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല, അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.